യാത്രയെക്കുറിച്ചാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു നിങ്ങൾ യാത്ര ചെയ്യണം. യാത്രയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. യാത്ര ചെയ്യണമെന്നാ ഖുർആൻ പറഞ്ഞത്. ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന ആയത്തുകൾ. ആ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ണോടിച്ചു നോക്കിയാൽ ആ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ കാണാം, ഒരുപാട് മുന്നറിയിപ്പുകളും താക്കീതുകളും ഗുണപാഠങ്ങളും. അള്ളാഹു നിങ്ങളുടെ മുൻഗാമികൾക്ക് കൊടുത്ത ശിക്ഷകളെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൻ്റെ തട്ടുകളെക്കുറിച്ച്, സിറാത്തിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, ഹൗദുൽ കൗസറിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പലമായ ചരിത്രങ്ങളും പാഠങ്ങളും പഠിപ്പിച്ചു തരുമ്പോ ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ ഒരു മനോഹരമായ ചരിത്രം കാണാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിൻ്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മനോഹരമായ ഒരു ചരിത്രം കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫിർഔനിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ചവനെ അബദ്ധത്തിൽ ഒരു മനുഷ്യനെ തല്ലുകയാണ്. ബനു ഇസ്രായേൽ പെട്ട ഒരു മനുഷ്യനെ വളരെ ക്രൂരമായ രീതിയിൽ അവിടുന്ന് പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അറിയുമല്ലോ. ഒരു മനുഷ്യനെ യഥാ അവിടുന്ന് തല്ലുകയാണ്. ആ തല്ലുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. അവസാനം മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ 22 മുതലുള്ള 28 വരെയുള്ള ആയത്തുകൾ, ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാം അതാ മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. മൂസാ നബി നാട് വിട്ടുപോയ ചരിത്രമുണ്ടല്ലോ. ഫിർഔനിന്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് ജീവിച്ചിരുന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവസാനം ഈജിപ്തിൽ നിന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീന എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് നാട് വിട്ടുപോയ ഒരു ചരിത്രം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രം പറഞ്ഞു തരുന്ന ചില ഗുണപാഠങ്ങളുമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം വലിയ കോപമുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. വല്ലാത്ത ആരോഗ്യവുമാണ് മൂസാ നബിക്ക്. നിങ്ങളുടെ മൂസാ നബിയുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്ക്. സാക്ഷാൽ അസ്റായീലിൻ്റെ കണ്ണുവരെ അടിച്ചു പൊട്ടിച്ച പ്രവാചകനാ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ആരുടെ കണ്ണടിച്ചു പൊട്ടിച്ചു? ആരുടെ കണ്ണടിച്ചു പൊട്ടിച്ചു? സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ കണ്ണുവരെ തല്ലിപ്പൊട്ടിച്ചിട്ട് അസ്റായീൽ അള്ളാഹിനടുക്കെ പോയി പരാതി പറഞ്ഞ ചരിത്രം നമുക്ക് ഹദീസിൽ കാണാം. അപ്പോൾ പ്രവാചകന്മാരിൽ പെട്ടെന്ന് കോപം വരുന്ന ആളാണ്. എന്താ ആരോഗ്യം? ഒരടിക്ക് ഒരാൾ മരിച്ചു പോകണമെങ്കിൽ ആ ആരോഗ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അള്ളാഹു നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മൂസാ നബി അലൈഹിസ്സലാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരാൾ ജനത വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മൂസാ, ഫിർഔനിൻ്റെ കിങ്കിരന്മാർ, ഫിർഔനിൻ്റെ അനുയായികൾ നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളാൻ. ഇട്ടിരുന്ന വസ്ത്രത്തോടെ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് നാടുവിടുകയാണ്. മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടുവിടുകയാ. ആ നാടുവിടുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയന ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅ സബീൽ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന സ്ഥലത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നപ്പോ, ആ മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഖാല അസാ റബ്ബി
അയ്യഹ്ദിയനി സവാഅസ് സബീൽ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ച റബ്ബേ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, ശരിയായ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണേ അല്ലാഹ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നാട് കടക്കുമ്പോ അവിടെ നിന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, ശരിയായ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് യാത്ര തിരിച്ചത് മദീന എന്ന് പറയുന്ന നാട്ടിലേക്കാണ്. അവിടെ നിന്ന് യാത്ര തിരിച്ചത്. അവിടെ നിന്ന് ആ യാത്ര തുടങ്ങുന്ന സമയത്ത് അഭയാർത്ഥിയായി സ്വന്തം നാട്ടിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതാ നാടിനെ കുറിച്ചറിയില്ല, നാട്ടുകാരെ കുറിച്ചറിയില്ല, ആ നാടുമായിട്ടൊരു ബന്ധവുമില്ല. തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന നാട്ടിലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോ അല്ലാഹുവിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിനോട് പറയുന്ന പടച്ച റബ്ബേ, എനിക്ക് നേരായ മാർഗം കാണിച്ചു തരണേ അല്ലാഹ്. അവിടെ നിന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ യാത്ര തുടങ്ങുന്നത്. അവിടെ നിന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ടാണ് അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യമെന്താ? അതാ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴും, ഏതൊരു വിഷയത്തിന് വേണ്ടി നീ ഇറങ്ങുന്ന സമയത്ത് നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവാണ് നിന്റെ കാര്യങ്ങൾ നടത്തി തരുന്നത്. പടച്ച റബ്ബാണ് നിന്റെ കാര്യങ്ങൾ നടത്തി തരുന്നത്. ആ ബോധം നിനക്കുണ്ടാകണം. അതുകൊണ്ട് നീ ഏത് കാര്യത്തിനിറങ്ങും അല്ലാഹുവിനോട് ദുആ ചെയ്ത് സഹായം ചോദിച്ചിട്ട് വേണം പോകേണ്ടതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. പരിശുദ്ധമായ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അവിടെ നിന്ന് മൂസാ നബിയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, ഒരു അന്യ നാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്, എനിക്ക് ശരിയായ വഴി നീ കാണിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ കഴിവില്ലാത്തവനാ. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ കഴിവില്ലാത്തവനാ. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടാ മൂസാ നബി അലൈഹിസ്സലാം യാത്ര തുടങ്ങിയത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളും അങ്ങനെയാകണം. ഏതൊരു കാര്യമാകട്ടെ, ഏതൊരു വിഷയമാകട്ടെ, അത് ബിസിനസ് ആകട്ടെ, യാത്രയാകട്ടെ, കച്ചവടമാകട്ടെ, ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഇറങ്ങാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എങ്ങനെ ചെയ്യാറുണ്ടോ? അവിടെയാ ചോദ്യം. വീട്ടിൽ വന്നിട്ട് ഉസ്താദിൻ്റെ അടുക്ക വന്നിട്ട് പറയും, തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, തങ്ങളെ ദുആ ചെയ്യണം, ആകെ പ്രയാസവ, ബിസിനസ് മൊത്തവും പോയി, കച്ചവടം മുഴുവനും തകർന്നു, ലക്ഷങ്ങളുടെ കടമ, വീട് വെച്ചിട്ട് സമാധാനമില്ല, അടിയും വഴക്കുമാ, ബഹളമാ, പ്രശ്നമാ, കുടുംബജീവിതം, കല്യാണം കഴിച്ചിട്ട് പെണ്ണും പിള്ള അങ്ങനെ, ഭർത്താവ് ഇങ്ങനെ, പടച്ചവനെ മക്കളെ കിട്ടിയിട്ട് മക്കൾ കാരണം കണ്ണുനീര് കുടിയ, എന്തു നോക്കിയാലും പ്രശ്നങ്ങൾ. അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. എടോ, ഇന്ന് ഈ ഇരിക്കണ ഓരോരുത്തരും വയല് കേൾക്കാനാണോ വന്നേ? അല്ല. ഇരിക്കണ നമ്മളെല്ലാവരും വയല് കേൾക്കാനല്ല വന്നത്. ഈ മജ്‌ലിസിലിരിക്കുന്ന ഓരോ മനുഷ്യനും പറയാൻ നൂറുകണക്കിന് പ്രയാസങ്ങളുണ്ട്, നൂറുകണക്കിന് പ്രയാസങ്ങൾ. ചിരിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൻ്റെ അകത്തുള്ള വേദനയെക്കുറിച്ച് നമ്മൾ പുറത്തു പറയുന്നില്ല. കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ഹൃദയം ഉരുകിക്കൊണ്ടിരിക്കുകയാ, സമാധാനമില്ല. ഇന്ന് ലോകത്ത് കിട്ടാത്ത ഒരു കിട്ടാക്കനിയാണ് സമാധാനം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം തിരയുന്നത് സമാധാനം എവിടെ നിന്ന് കിട്ടുമെന്നാ. എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ഒന്നാണോ സമാധാനമല്ല. അധികാരം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ? ആൾബലം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ? സൗന്ദര്യം കൊണ്ട് നേടാൻ പറ്റുന്നതാണോ? കുടുംബ മഹിമ കൊണ്ട് നേടാൻ പറ്റുന്ന ഒന്നല്ല സമാധാനം.
നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സമാധാനം കിട്ടാനുള്ള വഴി. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനോഹരമായ വീടുകളാണ് റോഡിൻ്റെ രണ്ടു ഭാഗത്തും. ഈ കാണുന്ന നിങ്ങളുടെ ഈ ചെറിയ നാട് റോഡിലൂടെ വരുമ്പോൾ രണ്ടു ഭാഗത്തും ലക്ഷങ്ങൾ ചെലവഴിച്ചു പണിത വീടുകൾ. ഏറ്റവും കൂടിയ വിലപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവന്ന്, ഫർണിച്ചറുകൾ കൊണ്ടുവന്ന്, ഗ്രാനൈറ്റ് കൊണ്ടുവന്ന് മനോഹരമായ രീതിയിൽ കൊട്ടാരം പോലെയുള്ള വീട് പണിത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബെഡ്റൂം കണ്ടാൽ 5 സ്റ്റാർ ഹോട്ടലുകൾ പോലും തോറ്റുപോകുന്ന രീതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിങ്ങൾ വീട് വെച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സഖന. വീട് സമാധാനം തരുന്ന ഒരിടമ, വീട് സമാധാനം തരുന്ന ഒരിടമ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്ക്, കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ചിട്ട് ആ വീടിൻ്റെ അകത്ത് സമാധാനത്തോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറഞ്ഞതെന്താ? വീട് സമാധാനം തരുമെന്ന. വീട് സമാധാനം തരുമെന്ന. ഊട്ടിയാണെങ്കിലും കൊടൈക്കനാലാണെങ്കിലും എവിടെ കറങ്ങാൻ പോയാലും എവിടെ പോയാലും നമ്മൾ എന്തു പറയും? പടച്ചവനെ വീട്ടിലൊന്ന് തിരിച്ചെത്തിയിരുന്നെങ്കിൽ സന്തോഷമായേനെ. നമ്മളെവിടെ പോയാലും അവസാനം എന്തു പറയും? നമ്മുടെ വീട്ടിലൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം, ഒരു സമാധാനം. അപ്പോൾ ഖുർആൻ പറഞ്ഞു, വീട് സമാധാനം തരുന്ന ഇടമ കിട്ടുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ ആലോചിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും, കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉണ്ടോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്, നെഞ്ചത്ത് കുത്തുന്ന ചോദ്യമാണ്. വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളെന്ത് പറയണത്? പടച്ചോനെ ഉസ്താദെ, എന്ന് കല്യാണം കഴിച്ചോ അന്നത്തോടുകൂടി ആ സമാധാനം ജീവിതത്തിൽ നിന്ന് പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ട് സമാധാനം ഉണ്ടോ? പറയടോ, ഉണ്ടോ? അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കല്യാണം കഴിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നമ്മൾ ചോദിച്ചത് മനസ്സിലായില്ലേ? ചിലരൊക്കെ കൈ പൊങ്ങണില്ല. അണ്ണാ രംഗം ഓർക്കാം. പൊക്കോ ആപ്പ. വിവാഹം കഴിച്ച് രണ്ടാമതിന് പെണ്ണ് കെട്ടിക്കാനാണോ എന്നാ? അല്ല, നീ എന്ത് കെട്ടാനാ ഈ പ്രായത്തിൽ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ, ഇവിടെ കല്യാണം കഴിച്ച, വിവാഹം കഴിച്ച നിന്റെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഒന്ന് കൈ പൊക്കിക്കേ. നേരത്തെ പൊക്കിയ പല കൈ ഇപ്പം പൊങ്ങിയെന്നറിയണ്ട. അതാ ഞാൻ പറഞ്ഞേ. പലരും കൈ പൊക്കണില്ല. കാരണം എന്തേ? ഉസ്താദെ, ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിലുണ്ടോയെന്നാണ് ചോദിക്കണേ. സ്റ്റേജിലിരുന്ന് ആരും പൊക്കിയില്ലയോ? ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ പോകുമ്പോൾ ചോദിക്കും, എന്തേ പൊക്കാഞ്ഞെന്ന്. അള്ളാഹു ഈമാൻ നൽകും. തങ്ങളെ വിട്ടാൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ 2 ഞാൻ എന്താ പറഞ്ഞ, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. ഉണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3 ഖുർആൻ പറയുകയാ, മക്കളുടെ മുഖത്ത് നോക്കിയാൽ സന്തോഷമുണ്ടാകും, സമാധാനം. മക്കളുടെ മുഖത്ത് നോക്കിയാൽ സമാധാനം കിട്ടും. നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കിയാൽ ഉള്ള സമാധാനം പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലേ? എടാ, സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ അന്യവൻ്റെ ഒരു കുട്ടിയെ കണ്ട ചെള്ളയെ പിടിക്കുക, കവളി പിടിക്കും, മോനെ സുഖമാണോടാ, എന്തൊരു ചിരി കളി. വല്ലവൻ്റെ മക്കളെ കണ്ട, സ്വന്തം മക്കളെ കണ്ട എങ്ങനെ സമാധാനം കിട്ടാനാ? പടച്ചവനെ തലയിൽ കുരുവിക്ക് കൂടുവെച്ചതുപോലെ കുറച്ച് മുടി, പിന്നെ കഴുത്തിലും കയ്യിലും ചരടും, അതുപോലെ തന്നെ കുറേ തൊടലും, പിന്നെ ഒരു കീറിയ പാൻറ്റും. അള്ളാഹു ആലം, അവൻ്റെ കോലം കണ്ടാൽ തന്നെ അള്ളാഹുവേ, പടച്ചവൻ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതൊരു സങ്കടം എന്നറിയോ? സ്വന്തം മകന് പണ്ട് ആ പോകുന്ന കുട്ടി ഇന്ന അബൂബക്കർ ഹാജിയുടെ മകനാ, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകന, അന്തസ്സോടെ പറയാൻ ധൈര്യം. ഇന്നോ ഹാജിയാരുടെ മോൻ്റെ കോലം കണ്ടോടാ. പടച്ചവനെ, പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട്, പണ്ട് പള്ളിയുടെ മുന്നിൽ ഇരുന്നിട്ട് കാരണവന്മാർ പറയും, അത് അബൂബക്കറിൻ്റെ മകനാ, അൽഹംദുലില്ലാ, നല്ലവൻ, 5 നേരം നിസ്കാരെല്ലാം. ഇന്ന് ചോദിക്കുന്നത് ആരടാ? അബൂബക്കറിൻ്റെ മോനോ? എന്താ ഇങ്ങനെ നടക്കണേ? എന്താ ഇങ്ങനെ നടക്കണേ? വാപ്പാനോട് പണ്ടുള്ളവർ പറയും, ഇവൻ എൻ്റെ മകനാണ് എന്ന് വാപ്പയും ഉമ്മയും അഭിമാനത്തോടെ പറയും. ഇവൻ എൻ്റെ മകനാ, ഇവൻ എൻ്റെ മകളാ. ഇന്ന് വാപ്പായ്ക്ക് തന്നെ പറയാൻ പേടിയ, കാരണം അങ്ങനത്തെ കോലത്തിലാണ് മക്കൾ നടക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൻ്റെയൊക്കെ വിഷയം ഞാൻ പറഞ്ഞു വന്നത്, ഏത് കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാലും ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കണം. ഞാൻ പറഞ്ഞതല്ല, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മുന്നിൽ ബർക്കത്തുണ്ടാകുന്ന,
ഉസ്താദെ എനിക്ക് കച്ചവടം, കട തുടങ്ങി ബറക്കത്തില്ല, വീട് കെട്ടി ബറക്കത്തില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എങ്ങനെ ഉണ്ടാകാനാ? തുടക്കം തന്നെ പിഴച്ചില്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് നബിയേ, ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി വന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, വീട് കെട്ടാൻ തീരുമാനിക്കുന്നവന്, കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നവന്, പെണ്ണ് കാണാൻ തീരുമാനമെടുക്കുന്നവന്, മോനെ ഏത് കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നതിൽ പടച്ച റബ്ബിന്റെ സഹായം വേണോ? അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യണോ? നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ സമ്പത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ മക്കളിൽ ബർക്കത്ത് വേണോ? നിന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ ആയുസ്സിൽ ബർക്കത്ത് വേണോ? അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും നിനക്ക് ബർക്കത്ത് വേണോ? ഇതൊക്കെ നിലനിൽക്കണോ? നിനക്ക് സമാധാനം വേണോ? അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി, സ്വഹാബാ, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് നീ ദുആ ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പടച്ചവനെ 2 റക്അത്ത് നമസ്കരിക്കാരാ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ്, എന്നിട്ട് വേണം നീ അതിനു വേണ്ടി ഇറങ്ങേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദ്യം 2 റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ട് അള്ളാന്റെ കയ്യിൽ ഏൽപ്പിക്ക്. പടച്ചവനെ കച്ചവടത്തിന് ഇറങ്ങുകയാ, യാത്രയ്ക്ക് ഇറങ്ങുകയാ, പെണ്ണ് കാണാൻ ഇറങ്ങുകയാ, വീട് വെക്കാൻ ഇറങ്ങുകയാ, എക്സാമിന് വേണ്ടി ഇറങ്ങുകയാ, ജോലിക്ക് വേണ്ടി പോകുകയാ. അള്ളാഹുവേ, ഖൈറും ഷർറും നിനക്കറിയാം, അള്ളാഹുവേ നീ സഹായിക്കണേ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിസ്കരിച്ചിട്ടുണ്ടോ, ദുആ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടൊക്കെയാണ് ഹജ്ജിന് പോകുന്നവർ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് പോകുന്നത്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ, ഏതൊരു കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് യാത്ര എന്ന് പറയുന്നത് എന്തെന്നറിയുമോ? അതൊരു ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു അദാബ, അതൊരു ശിക്ഷയാ, അല്ലാതെ കറക്കമല്ലടോ. ഈ യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു ശിക്ഷയാ. അതുകൊണ്ടാണ് യാത്രക്കാരൻ്റെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടല്ലോ, യാത്രക്കാരൻ്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അത്രയും കഷ്ടപ്പാടാ യാത്ര എന്ന് പറയുന്നത്. എപ്പോഴെവിടെ വെച്ചാണ് അപകടം വരുന്നതെന്നറിയില്ല. ഇന്ന് വെളുപ്പാങ്കാലത്ത് പത്രമെടുത്തപ്പോ ഏതൊരു മനുഷ്യന്റെയും മനസ്സ് കണ്ണു നിറയുകയാണ്. മലപ്പുറം ജില്ലയില് പടച്ചവനെ സ്കൂളിൽ ടീച്ചർമാര് അവര് സഞ്ചരിച്ച വാഹനം മറിഞ്ഞിട്ട് മൊബൈൽ എടുത്തു നോക്കുമ്പോ 9 ആംബുലൻസുകൾ ഇങ്ങനെ നിരന്ന് പോവുകയാണ്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നടോ. ഒരു കുടുംബമല്ലേ പടച്ചവനെ. ഉമ്മ പോയാ പിന്നെ എല്ലാം പോയില്ലേ, ഉമ്മ പോയാ പോയില്ലേ സഹോദരിമാര്. എത്ര സഹോദരിമാരാണ് അല്ലാഹുവേ പടച്ച റബ്ബിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി യാത്രയായത്. റബ്ബേ, എല്ലാ പ്രതീക്ഷകളും
ആയുസുകളും അണഞ്ഞില്ലേ, ഒരൊറ്റ നിമിഷം കൊണ്ട് സർവ്വതം തകർന്ന് തരിപ്പടമായില്ലേ. അർഹമുറഹീമായ അല്ലാഹ്, ആ മരണപ്പെട്ടു പോയ സഹോദരിമാരുടെ കുടുംബത്തിലെ മക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ക്ഷമ കൊടുക്കണേ അല്ലാ. ഉമ്മയ്ക്ക് പകരമാരുമാകില്ല അല്ലാ റബ്ബേ. ആ കുടുംബങ്ങൾക്ക് നീ സമാധാനം കൊടുക്കു റബ്ബേ. ആ സഹോദരിമാരുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവന്. ഒറ്റയടിക്കെല്ലാം അവസാനിച്ചു പോയല്ലോ. ഇതാണോ അപകടങ്ങളും ദുരന്തങ്ങളും? ഇതിനെ തട്ടിമാറ്റ അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാരകമായ രോഗങ്ങളുണ്ടല്ലോ ഉസ്താദേ, ക്യാൻസറാ, ട്യൂമറാ. ഇന്നൊരു സഹോദരൻ തന്റെ ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. ഉസ്താദേ, സർജറി പറഞ്ഞിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, ആ കുഞ്ഞിന് നീ ശിഫ കൊടുക്കണേ തമ്പുരാന്, നീ ശിഫ കൊടുക്കണേ തമ്പുരാന്. ഇതുപോലെ രോഗം പിടിച്ച എത്രയോ പേരെ നമ്മൾ കാണുന്നവരാണ്. വേദന സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്നവരുണ്ട്. മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗമുള്ളവരുണ്ട്. പെങ്ങളെ, നബിതങ്ങൾ പറഞ്ഞ മരുന്നെന്താണ്? ഏത് രോഗവും മാറാ നബിതങ്ങൾ പറഞ്ഞ മരുന്നെന്താ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. ചികിത്സിക്കു പെങ്ങള്, നിന്റെ രോഗം സദഖ കൊടുത്ത് ചികിത്സിക്കു പെങ്ങള്. ചിരിയും കളിയും തമാശയും എല്ലാം പടച്ചവനെ തകർത്തു കളയുന്ന ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം പോലെ, ലിവർ രോഗം പോലെ മാരകമായ രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ? നമുക്കറിയില്ല പെങ്ങള്. ഓരോ രൂപ ഇടുമ്പോ അല്ലാഹുവോട് പറയണം, പടച്ചവരെ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, പനിയാക്കി മാറ്റണേ അല്ലാ. സദഖ കൊടുത്താൽ വിപത്തുകൾ മാറും. പടച്ചവൻ ഇന്നലെ മരണപ്പെട്ടു പോയ ആ പ്രിയപ്പെട്ട സഹോദരിമാർ, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒറ്റയടിക്ക് പോയില്ലേ സഹോദരിമാരെ? ഉമ്മ പോയി, ഇനി ആരുണ്ട്? ഉമ്മ പോയി, ആരുണ്ട്? മക്കൾക്ക് ഉമ്മ നഷ്ടപ്പെട്ടു പോയാ, വാപ്പ നഷ്ടപ്പെട്ടു പോയാൽ ഒരു പരിധിയുണ്ട്. പക്ഷെ ഉമ്മ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആരുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബത്തിനൊക്കെ അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം, ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. പടച്ചവനെ, ലജ്ജയെന്ന് പറയുന്നത് നല്ല ഒരു സ്വഭാവമാണ്. ചിലര് പറയാറുണ്ട്, അവനൊരു ിനെ പോലെ ഇരിക്കുകയാണ്, ഇവൻ ആരോടും മിണ്ടാറില്ല, ഇവക്ക് വല്ലാത്ത നാണമാണ്. ഉമ്മ പറയുന്നവന്മാരുടെ മുമ്പിൽ പോയി നിൽക്കാ. ആണുങ്ങളെ വീട്ടിൽ കയറി വരുമ്പോ ഉമ്മ പറയുകയാ, അങ്ങോട്ട് നിൽക്ക്. എന്റെ പെങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ. ഉമ്മമാരുടെ പരാതി എന്താ? വീട്ടിൽ ആര് വന്നാലും ഇവള് മിണ്ടൂല, ആരുടെ മുമ്പിലും പോയി നിൽക്കൂല, ഇവക്ക് ഭയങ്കര നാണാ. ഉസ്താദെ, ഇവനിങ്ങനെ എപ്പോ നോക്കിയാലും റൂമിനകത്ത് കയറി ഇരിക്കുക, ആരോടും മിണ്ടത്തുമില്ല, പോത്തുമില്ല, ഭയങ്കര ലജ്ജയാന്നാ പറയുന്നേ. നബിതങ്ങളുടെ മുമ്പിൽ ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ മോനാണെങ്കിൽ ആരുടെ മുമ്പിലും വരത്തില്ല, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയെ, നാണമാ നബിയെ. നബിതങ്ങൾ പറഞ്ഞു, അവനെ വിട്ടേക്കാൻ ഉപദേശിക്കണ്ട. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മോനെ വിട്ടേക്ക് ഉപദേശിക്കണ്ട, കാരണം ഈമാൻ ഉള്ളതിന്റെ അടയാളമാണ് ലജ്ജയെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. നിനക്കതില്ലാത്തതിന് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നീ ആരുടെ മുമ്പിലും കയറി നിൽക്കും, നീ ആരുടെ മുമ്പിലും പോയി നിൽക്കും, നിനക്കതൊന്നുമില്ല. പക്ഷെ ആ കുട്ടിക്ക് ബോധമുണ്ട്, ഈമാൻ ഉള്ളത് കൊണ്ടാ, അള്ളാനെ പേടിയുള്ളത് കൊണ്ടാ ഇങ്ങനെ നിൽക്കണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ലജ്ജയുണ്ടാകണം. ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തും കാണിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ലജ്ജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം. 2 നിർത്താറായോപ്പാ, 10:40
10:40 11 മണിക്ക് നിർത്തണമെന്ന് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ? ഒരെണ്ണം കൂടെ പറയണോ നിർത്തണോ? ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപൊക്കിക്കേ. പറയണമെന്ന് ആഗ്രഹമുള്ള ഉസ്താദ് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഭൂരിഭാഗം പേര് കൈപൊക്കിയാലേ, ചില അരക്കയ്യന്മാരും ഉണ്ട്, അതാ നോക്കണേ. അൽഹംദുലില്ലാഹ്, ഈ കൈപൊക്കി എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ പടച്ചോനെ. അള്ളാഹുവെ, ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, നിന്റെ സ്വർഗത്തിന്റെ അവകാശികളെ നീ പെടുത്തണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത അള്ളാഹുവിനെ വല്ലാത്ത പേടിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത ഭയമായിരുന്നു പടച്ചവരെ, അള്ളാഹിനെ വല്ലാത്ത പേടി. ഉസ്മാൻ നിങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ, വല്ലാതെ അള്ളാഹുവിനെ ഭയന്നിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ എപ്പോഴും ഇങ്ങനെ കരയാറുണ്ട് ഉസ്മാൻ. നിങ്ങളുടെ ജീവിതം നോക്കിയ ഖബർ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കരയാറ്.